എന്തുകൊണ്ട് മഹാരാഷ്ട്രയിലെ ഇത്രയും വലിയ മഹായുതി വിജയം ഒരാൾക്കും പ്രവചിക്കാൻ കഴിയാതെ പോയി? എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നടങ്കം എന്തുകൊണ്ട് തെറ്റി? ഈ ചോദ്യങ്ങൾക്ക് ഒരൊറ്റ കാരണമേ ഉള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ തിരിച്ചടികൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വലിയ സംഘം ഇത്തവണ ആ തിരഞ്ഞെടുപ്പിൽ നേരിട്ടിറങ്ങി. രാജ്യമെങ്ങും നിന്നുള്ള പ്രവർത്തകരെ എത്തിച്ച് അവർ നടത്തിയ സമാന്തര പ്രവർത്തനം ആരും കാണാതെ പോയി. ആ അനിതര സാധാരണമായ പ്രവർത്തനമാണ് മഹായുതിയുടെ നേതാക്കൾ പോലും പ്രതീക്ഷിക്കാത്ത വിജയത്തിലേക്ക് എത്തിയത്. ആ സംഘടന മറ്റേതുമല്ല, മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആസ്ഥാനമായ, അവിടെ ഭരണമില്ലാത്ത സ്ഥിതി ആലോചിക്കാൻ പോലും കഴിയാത്ത RSS ആണ് ആ സംഘടന. നേരിട്ടിറങ്ങി പ്രവർത്തിച്ചത് RSSന്റെ രാജ്യമെങ്ങും നിന്നുള്ള പ്രവർത്തകർ. ഇനി അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം കാണാൻ സാധ്യതയുള്ള നീക്കങ്ങളാണ് മഹാരാഷ്ട്രയിലെ ഓരോ ബൂത്തിലും നടന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. RSS തുറക്കുന്ന രാഷ്ട്രീയ ശാഖ. മഹാരാഷ്ട്ര തന്നെ ഒരു വലിയ നഗരമാണ്. ആ നഗരത്തിൽ എന്തുകൊണ്ട് ജയിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു RSSനെ വിരല് പിടിപ്പിച്ചുകൊണ്ടേയിരുന്നൊരു ചോദ്യം. ബംഗാളിലെ നഗരങ്ങൾ പോലും ജയിച്ച BJPക്ക് ഒരിക്കലും അപ്രാപ്യമാകേണ്ടതല്ല മഹാരാഷ്ട്ര. എന്നാൽ 6 മാസം മുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDA നിലംപരിശായി. അവിടെ 13 ലോക്സഭാ സീറ്റുകൾ നേടി കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായി. പിന്നാലെ 9 സീറ്റ് നേടി ഉദ്ധവ് താക്കറെയുടെ സേനയും 8 സീറ്റ് നേടി ശരത് പവാറിന്റെ NCPയും. അതായത് ഇന്ത്യ മുന്നണിയിലെ 3 മുഖ്യ കക്ഷികൾക്കുമായി കിട്ടിയത് 30 സീറ്റാണ്. മറുവശത്ത് മഹായുതിയിലെ BJPക്ക് 9, ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 7, അജിത് പവാറിന്റെ NCPക്ക് 1, 3 കൂടി ചേർത്ത് 17 മാത്രം. ഇന്ത്യ മുന്നണിക്ക് 13 ലോക്സഭാ സീറ്റുകളിലേക്കാണ് മേൽക്കൈ കിട്ടിയത്. 5.5 മാസം മുൻപ് നടന്ന ആ തിരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ചാണെങ്കിൽ മഹാവികാസ് അഘാടി മഹായുതിയേക്കാൾ 100 നിയമസഭാ സീറ്റുകൾ നേടണം. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണി ആകെ 50 സീറ്റുകൾ തികച്ചത് പോലും കഷ്ടിച്ചാണ്. അവിടെയാണ് RSS തുറന്ന രാഷ്ട്രീയ ശാഖ ശ്രദ്ധേയമാകുന്നത്. നഗരങ്ങളിലെ ഓരോ ബൂത്തിലേക്കും 50 പേർ. അവർ പ്രവർത്തിക്കുന്നത് 30 ദിവസം. ഇതിൽ 5 പേർ വീതമുള്ള 10 സംഘം. ഓരോ സംഘത്തിനും ഒരു ദിവസം 30 മുതൽ 50 വീടുകൾ വരെ. ആവർത്തന വിരസത ഒഴിവാക്കാൻ ആ സംഘത്തിന് അടുത്ത ദിവസം അടുത്ത മേഖല. ഇങ്ങനെ 30 ദിവസം പൂർത്തിയാക്കി 50 പേരടങ്ങുന്ന സംഘം മടങ്ങുമ്പോൾ അടുത്ത 50 പേരുടെ സംഘം ആ ബൂത്തിലെത്തും. ഇങ്ങനെ കഴിഞ്ഞ 3 മാസവും RSS ഓരോ ബൂത്തിലും തുറന്ന രാഷ്ട്രീയ ശാഖയാണ് മഹാരാഷ്ട്രയിലെ ഈ പടുകൂറ്റൻ വിജയത്തിന് പിന്നിൽ. ഓരോ വീട്ടുകാരും 5 RSSകാരെ കാണാത്ത ഒരു ദിവസം പോലും നഗരങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇതിനിടയിൽ വീട്ടുകരവും വെള്ളക്കരവും മുതൽ കെട്ടിട നികുതി വരെ ഏറ്റെടുത്തടയ്ക്കുന്നു. അയൽവർക്ക തർക്കങ്ങളിൽ ഇടപെടുന്നു. കലഹിച്ചു നിന്ന ബന്ധുക്കളെ ഒന്നിപ്പിക്കുന്നു. RSSന് കടന്നുകയറാൻ പറ്റാത്ത പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് സീറ്റുകൾ കിട്ടിയത്. മധ്യ മഹാരാഷ്ട്ര മുതൽ കിഴക്കൻ മഹാരാഷ്ട്ര വരെയുള്ള 144 സീറ്റുകൾ എടുത്താൽ അവിടെ 16 എണ്ണം മാത്രമാണ് ഇന്ത്യ സഖ്യം ജയിച്ചത്. ചട്ടപ്രകാരം സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി RSS പ്രവർത്തകർ ഒരു സ്ലിപ്പ് പോലും വിതരണം ചെയ്തിട്ടില്ല. അതെല്ലാം നടത്തിയത് BJP പ്രവർത്തകർ തന്നെയാണ്. എന്നാൽ സന്നദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ദിവസവും എത്തുന്ന 5 അംഗ സംഘം നൽകിയ രാഷ്ട്രീയ സന്ദേശം വ്യക്തമായിരുന്നു. ഇത്തവണ മഹാരാഷ്ട്രയിൽ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ വർധനവ് 5%. 2019 61.1%, 2024 66.05%. ഇത് സംസ്ഥാനം ഒട്ടാകെയുള്ള കണക്ക്. BJP ജയിച്ച മണ്ഡലങ്ങൾ എടുത്താൽ അവിടെ 70 മുതൽ 79% വരെയാണ് പോളിംഗ്. RSS നടത്തിയ അതിതീവ്രമായ പ്രചാരണമാണ് ഇങ്ങനെ പോളിംഗ് ഉയരാനുള്ള കാരണം. ദിവസവും വീടുകളിലെത്തി പ്രവർത്തകർ നടത്തിയ നീക്കങ്ങൾ ബൂത്തിൽ പോയി BJPക്ക് വോട്ട് ചെയ്യാതെ വയ്യ എന്നൊരു സ്ഥിതി ഉണ്ടാക്കി. ആ അടിയൊഴുക്ക് മറ്റു പാർട്ടികൾ കണ്ടില്ല. മഹായുതി നേതാക്കൾക്ക് പോലും അത്ര വ്യക്തമായില്ല. മാധ്യമങ്ങൾ അത് തിരിച്ചറിഞ്ഞില്ല. എക്സിറ്റ് പോൾ സംഘങ്ങൾ അറിയാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 13 സീറ്റ് ജയിച്ച കോൺഗ്രസിന് ഇത്തവണ കിട്ടിയത് 16 സീറ്റ്. ആ 13 ലോക്സഭാ സീറ്റുകൾക്ക് കീഴിലുള്ള നിയമസഭാ സീറ്റുകൾ 78 ആണെന്നുള്ള കാര്യം ഓർക്കണം. അവിടെയാണ് 16 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിയത്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് കിട്ടിയത് 20 നിയമസഭാ സീറ്റാണ്.
ലോക്സഭയിലേക്ക് ജയിച്ച 9 സീറ്റുകൾക്ക് കീഴിലുള്ളത് 54 നിയമസഭാ മണ്ഡലങ്ങൾ. ലോക്സഭയിലേക്ക് 8 സീറ്റ് ജയിച്ച ശരത് പവാറിന് നിയമസഭയിലുള്ളത് 10 സീറ്റാണ്. ആ ലോക്സഭാ മണ്ഡലങ്ങൾക്ക് കീഴിൽ മാത്രമുള്ളത് 54 നിയമസഭാ സീറ്റുകളാണ്. ഇതിനൊക്കെയും അപ്പുറം മറ്റൊരു കണക്കുണ്ട്. 5.5 മാസം മുൻപ് മാത്രം നടന്ന തിരഞ്ഞെടുപ്പിൽ 288 നിയമസഭാ സീറ്റുകളിൽ 197 എണ്ണത്തിലും ഇന്ത്യ സഖ്യമായിരുന്നു മുന്നിൽ. ഭരണം കിട്ടാൻ വെറും 145 സീറ്റ് മാത്രം മതി. ആ തലവരെയാണ് RSS 90 ദിവസം കൊണ്ട് മാറ്റിയെഴുതിയത്. മഹാരാഷ്ട്രയിലെ ഓരോ ബൂത്തിന് കീഴിലും RSSന് 5 ശാഖകൾ വരെയുണ്ട്. ഓരോ ശാഖയിലും 20 മുതൽ 40 വരെ മുഴുവൻ സമയ സന്നദ്ധ സേവകരും. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ആലോചിക്കാൻ പോലും കഴിയാത്ത സംഘടനാ സംവിധാനമാണിത്. നാഗ്പൂർ ആസ്ഥാനമായി വളർന്നു വന്ന RSS ഏതാണ്ട് 100 വർഷമായി പരിപാലിക്കുന്ന സംവിധാനമാണ്. ഇതുവരെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ RSS നേരിട്ട് ഭാഗമായിരുന്നില്ല. സംഘടനാ ചട്ടത്തിന് വിരുദ്ധമാണ് എന്നതിനപ്പുറം നിയമപരമായും അങ്ങനെ കഴിയുമായിരുന്നില്ല. ഭൂരിപക്ഷം കുറഞ്ഞ 3ാം നരേന്ദ്രമോദി സർക്കാരിനെ കണ്ടതോടെ RSS ഒരു കാര്യം തീരുമാനിച്ചു: ഇനി പിന്നണിയിലല്ല, മുന്നണിയിൽ നിന്ന് തന്നെ ജയിപ്പിക്കുമെന്ന്. ഇനി 6 അടി മുളവടി കൊണ്ടുള്ള വീശ് ശാഖയിലും അത് ഊന്നുവടിയാക്കിക്കൊണ്ടുള്ള താങ്ങ് വീടുകളിലും കൊടുക്കുന്ന RSSനെ കൂടുതൽ കാണാം. അവർക്ക് മഹാരാഷ്ട്ര ഫലം നൽകുന്ന ആത്മവിശ്വാസം അത്രയ്ക്കുമുണ്ട്. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ഇത്രയും മാത്രം പറഞ്ഞ് പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും. നമസ്കാരം.